ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്നത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബാക്കി ഭാഗം നോക്കാം. കൺസെപ്റ്റ് ഓഫ് ടൈം ഇൻ ആൻഷ്യൻ ഇന്ത്യ, അതായത് പുരാതന ഇന്ത്യയിലെ ടൈം എന്നിട്ടുള്ള സമയം എന്നുള്ള ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. The concept of time is very significant factor in the historical writing. In Vedic version, time is the impersonal aspects of God. Time is eternal, but in the material world, time is understood in terms of past, present and future. In ancient period, time span reckoned with some important events, not with calendar. ചരിത്ര രചനയിൽ സമയം എന്ന ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനയാണ്. വൈദികമായിട്ടുള്ള, അതായത് വേദ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് സമയം ദൈവത്തിൻ്റെ വ്യക്തിത്വമില്ലാത്ത ഭാവമാണ്. സമയം ശാശ്വതമാണ്. എന്നാൽ ഭൗതിക ലോകത്ത് സമയം ഭൂതകാലവും വർത്തമാനവും ഭാവിയും തമ്മിൽ മനസ്സിലാക്കുന്നതാണ്. പുരാതന കാലഘട്ടത്തിൽ കലണ്ടർ ഉപയോഗിച്ചായിരുന്നില്ല ചില സുപ്രധാന സംഭവങ്ങളൊന്നും തന്നെ കണക്കാക്കിയിരുന്നത്. The Indian concept of time was cyclic. The Mahayuga was divided into 4 parts. The Krita Yuga, Dwapara Yuga and Kali Yuga. The Kali Yuga was the smallest time span of 4,32,000 years. On the basis of modern calculation, the Kali Yuga began in 3102 BC. The central point was that there was space and there was time, but there was no notion that space and time were in any sense the same thing. But then along came Einstein's special theory of relativity, and people started talking about space-time, in which space and time are half facts of the same thing. സമയം എന്ന ഇന്ത്യൻ സങ്കല്പം സൈക്ലിക് ആയിരുന്നു, ചാക്രികമായിരുന്നു. മഹായുഗത്തെ കൃതയുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. കലിയുഗം 4,32,000 വർഷത്തെ ഏറ്റവും ചെറിയ കാലയളവായിരുന്നു. ആധുനിക കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കലിയുഗം ആരംഭിച്ചത് 3102 BC-യിലാണ്. അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞത് സ്ഥലവും സമയവുമാണ്. എന്നാൽ സ്ഥലവും സമയവും ഒരു അർത്ഥത്തിലും ഒന്നാണെന്ന ധാരണയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഐൻസ്റ്റൈൻ്റെ പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തം ഉരുത്തിരിഞ്ഞു വന്നു. ആളുകൾ സ്ഥലകാലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിൽ സ്ഥലവും സമയവും ഒരേ കാര്യത്തിൻ്റെ വസ്തുതകൾ എങ്ങനെയാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ പറയുന്നുണ്ട്. ചരിത്ര രചനയിൽ സമയം എന്ന ആശയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും വൈദിക പതിപ്പിൽ അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൽ തന്നെ സമയം ദൈവത്തിൻ്റെ വ്യക്തിത്വമില്ലാത്ത ഭാവമാണെന്നും അതുപോലെ ശാശ്വതമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൗതിക ലോകത്ത് സമയം ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും തമ്മിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പുരാതന കാലഘട്ടത്തിൽ ഈ കലണ്ടറുകളൊന്നും ഉപയോഗിച്ചിട്ടായിരുന്നില്ല സുപ്രധാനമായ സംഭവങ്ങളൊന്നും തന്നെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ സമയം എന്ന ഇന്ത്യൻ സങ്കല്പം എന്നുള്ളത് ഒരു സൈക്ലിക്കാണ്, ചാക്രികമാണ്. മഹായുഗത്തെ കൃതയുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കലിയുഗം 4,32,000 വർഷത്തെ ഏറ്റവും ചെറിയ കാലയളവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആധുനിക കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കലിയുഗം ആരംഭിച്ചത് BC 3102-ലാണ്. എന്നാൽ സ്ഥലവും സമയവും ഒരർത്ഥത്തിലും ഒന്നാണെന്ന ധാരണയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം വന്നതോടുകൂടി, അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നതോടുകൂടി ആളുകൾ സ്ഥലകാലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിൽ സ്ഥലവും സമയവും ഒരേ കാര്യത്തിൻ്റെ വസ്തുതകളായിട്ട് കാണാൻ തുടങ്ങി. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിഹാസ പുരാണ ട്രഡീഷനെ കുറിച്ചാണ്. The term used in Sanskrit literature for history was Idihasa. With the literary meaning of this, it was so it has been or it happened here. അതായത് സംസ്കൃത സാഹിത്യത്തിൽ ചരിത്രത്തിന് ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു എന്ത്? ഇതിഹാസ എന്നുള്ളത്. അപ്പോൾ സാഹിത്യപരമായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചു എന്നുള്ളതായിരുന്നു. The antiquity of ഇതിഹാസ പുരാണ tradition can be traced back to the Vedic age. അതായത് ഈ ഇതിഹാസ പുരാണ പാരമ്പര്യത്തിൻ്റെ പ്രാചീനത വൈദിക യുഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. The earliest reference to the word Purana occurs in Rigveda Samhita, the oldest Vedic text.
The combination of Idihasa and Purana appear in Brihadaranyaka Upanishad. The Idihasa, Purana and Vedas were closely related and equally important. The Idihasa Purana were often composed originally by priests, poets attached to various tribes. The two epics, Ramayana and Mahabharata, include almost all the elements of historical tradition. The great epics of the Aryans were Ramayana and Mahabharata. Ramayana is the oldest and most popular epic and consists of 7 books and 2,400 couplets. It was written by Valmiki. Some writers say that the Ramayana and Mahabharata contains very little of history. According to the Orthodox Hindus, Ramayana belongs to the Treta Yuga and Mahabharata belongs to the Dwapara Yuga. However, this view is not accepted by the modern historians. According to them, the epic period came after the Vedic period and before the Buddhist period. The value of Idihasa Purana tradition is fairly illustrated in some of the Puranic texts. Some of the Purana, Idihasa Purana and Akhyana have been calculated almost identical. പുരാതന വേദഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദ സംഹിതയിലാണ് പുരാണം എന്ന വാക്കിൻ്റെ ആദ്യത്തെ പരാമർശമുള്ളത്. അപ്പോൾ ഇതിഹാസത്തിൻ്റെയും പുരാണത്തിൻ്റെയും സംയോജനം ബൃഹദാരണ്യക ഉപനിഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും അടുത്ത ബന്ധമുള്ളതും തുല്യ പ്രാധാന്യമുള്ളവയുമാണ്. അപ്പോൾ ഇതിഹാസ പുരാണം പലപ്പോഴും പല ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട പുരോഹിത കവികളാൽ രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ 2 ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ചരിത്രപരമായ പാരമ്പര്യത്തിൻ്റെ മിക്കവാറും എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ രാമായണവും മഹാഭാരതവും ആയിരുന്നു ആര്യന്മാരുടെ മഹത്തായ ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7 പുസ്തകങ്ങളും 2400 ഈരടികളും അടങ്ങുന്ന ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായിട്ടുള്ള ഇതിഹാസമായിരുന്നു ഏത്? രാമായണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എഴുതിയത് വാൽമീകിയാണ്. രാമായണത്തിലും മഹാഭാരതത്തിലും വളരെ കുറച്ച് ചരിത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ഈ ഓർത്തഡോക്സ് ഹിന്ദുക്കളുടെ അഭിപ്രായത്തിൽ രാമായണം ത്രേതായുഗത്തിലും മഹാഭാരതം ദ്വാപര യുഗത്തിലുമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ചിന്താഗതിയെ ആധുനിക ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഇതിഹാസ കാലഘട്ടം വേദകാലഘട്ടത്തിന് ശേഷവും ബുദ്ധകാലഘട്ടത്തിന് മുമ്പുമായിരുന്നു എന്നുള്ളതാണ്. ഇതിഹാസ പുരാണ പാരമ്പര്യത്തിൻ്റെ മൂല്യം ചില പുരാണ ഗ്രന്ഥങ്ങളിൽ നന്നായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ചില പുരാണങ്ങളിൽ ഇതിഹാസ പുരാണവും ആഖ്യാനവും ഏതാണ്ട് ഒരുപോലെയാണ് കണക്കാക്കിയിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് രാമായണത്തെക്കുറിച്ചാണ്. രാമായണ, the theme of Mahabharata is the conflict between Rama and Ravana. Ramayana illustrates the story of Aryanization of the country. The era of epics witnessed the emergence of new castes due to the intermarriages between different castes. It contains the political affairs belongs to the 5th century BC. In early period, it contains 6,000 slokas and later it increased up 12,000 and finally consists of with 24,000 slokas. According to the story of Ramayana, King Dasharatha ruled at Ayodhya, which was the capital of Kosala. He had 3 wives and 4 sons. When he became old, he wanted to leave his kingdom and consequently appoint his eldest son Rama as Yuvaraja. The youngest queen Kaikeyi wanted her own son Bharata to be ruler of Ayodhya and consequently got 2 promises from Dasharatha by which Rama was to be exiled and Bharata was to be made the ruler. Rama was a dutiful son and he decided to carry out the promises of his father. Consequently, he left for the jungle accompanied by Sita, his wife, and Lakshmana, his younger brother. As soon as Rama left Ayodhya, Dasharatha died. Bharata refused to accept the throne and tried to pursue Rama to return, but the later refused to do so. While Rama was an exile, Sita was stolen away by prison. Rama and Lakshmana, with the help of Sugriva and Hanuman and their forces, Ravana was defeated and killed and Sita was recovered. When the 14 years period of exile was over, Rama went back to Ayodhya and became its ruler. Sita was turned out by Rama as there was some criticism against her.
While she was in jungles, she gave birth to 2 sons, Lava and Kusha, who were looked after by Valmiki. These children became expert archers. When Rama wanted to perform whole sacrifice, they challenged his armies and ultimately were united with their father. The Puranas consider the subjects like nature of creation, the relationship between men and gods. The 3 main constituents of Idihasa Purana traditions are genealogy, mythology and historical narrative or Vamshavali Charita. Valmiki Ramayana is an epic poem of India which depicts the journey of virtue to annihilate vice. Sri Rama is the hero and Ramayana his journey. രാമനും രാവണനും തമ്മിലുള്ള സംഘടനമാണ് മഹാഭാരതത്തിലെ പ്രമേയം. എന്നാൽ രാമായണത്തിൽ പറയുന്നത് രാജ്യത്തിൻ്റെ ആര്യനൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതായത് ആര്യവൽക്കരണത്തെക്കുറിച്ചാണ്. ഇതിഹാസങ്ങളുടെ യുഗം കാരണം പുതിയ ജാതികളുടെ ആവിർഭാവത്തിന് സാക്ഷ്യം വഹിച്ചു. വിവിധ ജാതികൾ തമ്മിലുള്ള മിശ്ര വിവാഹങ്ങൾ നടന്നു. BC 5-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇത് 6000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇതിൽ ഇതിഹാസങ്ങൾ അല്ലേ. പിന്നീട് ഇത് 12000 വർദ്ധിച്ചു. ഒടുവിൽ 24000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. രാമായണ കഥ അനുസരിച്ച് ദശരഥ രാജാവ് അയോധ്യയിൽ ഭരിച്ചു, കോസല എന്ന സ്ഥലസ്ഥാനമാക്കിക്കൊണ്ട് ഭരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 3 ഭാര്യമാരും 4 ആൺമക്കളുണ്ടായിരുന്നു. വയസ്സായപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യം തൻ്റെ മൂത്ത മകനായിട്ടുള്ള രാമനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഇളയ രാജ്ഞിയായിട്ടുള്ള കൈകേയി സ്വന്തം പുത്രനായ ഭരതനെ അയോധ്യയുടെ ഭരണാധികാരിയാക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദശരഥനിൽ നിന്ന് രാമനെ നാടുകടത്താനും ഭരതനെ ഭരണാധികാരിയാക്കാനും ഭരതൻ്റെ അമ്മ ദശരഥനിൽ നിന്ന് വാഗ്ദാനങ്ങൾ വാങ്ങി. നല്ല കടപ്പാടുള്ള ഒരു മകനായിരുന്നു രാമന്. പിതാവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യയെയും കൂട്ടി ലക്ഷ്മണനോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെട്ടു. രാമന് അയോധ്യ വിട്ട അതേ സമയത്ത് ദശരഥൻ മരിച്ചു. ഭരതൻ സിംഹാസനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും രാമനെ മടങ്ങി വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ രാമൻ നാട് കടത്തപ്പെട്ട സമയത്ത് സീതയെ ശ്രീലങ്കയുടെ രാജാവായിട്ടുള്ള രാവണൻ മോഷിച്ചിട്ടുണ്ടായിരുന്നു. സീത രാവണനെ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ രാവണനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും എല്ലാം ചേർന്ന് ഒരു സൈന്യത്തിൻ്റെ സഹായത്തോടെ സിലോണിലേക്കുകയും സീതയെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ 14 വർഷത്തെ വനവാസം അവസാനിച്ച സമയത്ത് രാമന് അയോധ്യയിൽ തിരിച്ചെത്തി ഭരണാധികാരിയായി മാറി. സീതയ്ക്കെതിരെ ചില വിമർശനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാമൻ സീതയെ ഒഴിവാക്കിയിട്ട് കാട്ടിൽ ഉപേക്ഷിച്ച് പോന്നു. അങ്ങനെ കാട്ടിലായിരിക്കുമ്പോൾ സീത 2 ആൺമക്കളെ പ്രസവിച്ചു. അങ്ങനെ വാൽമീകി ആ മക്കളെ പരിപാലിച്ചു. ആ മക്കളായിരുന്നു ലവനും കുശനും. അവർ അമ്പയത്തിൽ വിദഗ്ധരായിരുന്നു. അങ്ങനെ രാമൻ അശ്വയാഗം നടത്താൻ ആഗ്രഹിച്ച സമയത്ത് അവർ അവൻ്റെ സൈന്യങ്ങളെ വെല്ലുവിളിക്കുകയും ഒടുവിൽ പിതാവുമായിട്ട്, കാരണം ഈ സമയത്ത് അശ്വമേധയാഗം നടക്കുമ്പോൾ ഇങ്ങനെ കുതിരകളെ വിട്ടുകൊടുക്കുക ചെയ്യുക, നല്ല ശക്തന്മാരായ ആൾക്കാർ പിടിച്ചു വെക്കും. ആരാണെന്ന് അന്വേഷിച്ച് പോയ സമയത്ത് ഈ 2 പേരാണ് രാമൻ കാണുന്നത്. അങ്ങനെ ഈ അച്ഛനും മക്കളും ഐക്യത്തിലാവുകയും ചെയ്തു. അപ്പോൾ സൃഷ്ടിയുടെ സ്വഭാവം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങൾ പുരാണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അതിൽ പുരാണങ്ങളിലെ രചനകളുണ്ടായിരുന്നത്. ഇതിഹാസ പുരാണ പാരമ്പര്യത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ വംശാവലി, പുരാണങ്ങൾ, ചരിത്രവിവരണം അല്ലെങ്കിൽ വംശാവലി ചരിതം, ഇതൊക്കെയാണ്. വാൽമീകി രാമായണം ഒരു ഇതിഹാസ കവിതയാണ്. അപ്പോൾ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പുണ്യത്തിൻ്റെ യാത്രയാണ് അതിൽ ചിത്രീകരിക്കുന്നത്. ഇതിൽ ആരാണ് നായകൻ? ശ്രീരാമനാണ് നായകൻ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ദ എപ്പിക് പോയം രാമായണ ഈസ് എ സ്മൃതി വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ആസ് ഫ്രം മെമ്മറീസ് ഗിവൺ. വാൽമീകി രാമായണ ഈസ് കമ്പോസ്ഡ് ഓഫ് വേഴ്സസ് കോൾഡ് ശ്ലോക ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് വിച്ച് ഈസ് ആൻ ആൻഷ്യൻ ലാംഗ്വേജ് ഫ്രം ഇന്ത്യ ആൻഡ് എ കോംപ്ലക്സ് മീറ്റർ കോൾഡ് അനുസ്തൂപ്. Thus the structure of Valmiki Ramayana is arranged into 6 khandas or books and they are Balaganda, Ayodhyaganda, Balaganda, Ayodhyaganda, Aranyaganda, Kishkindaganda, Sundaraganda, Yuddhaganda. ഇതിഹാസ കാവ്യമായ രാമായണം
ഓർമ്മയിൽ നിന്ന് വിവർത്തനം ചെയ്ത സ്മൃതികളാണ്. ഇന്ത്യയിൽ നിന്നുള്ള പുരാതന ഭാഷയും അനുസ്തുപെന്ന സങ്കീർണമായിട്ടുള്ള കൃതികളുമായ സംസ്കൃത ഭാഷയിലെ ശ്ലോകങ്ങൾ ചേർന്നതാണ് വാൽമീകി രാമായണം. അങ്ങനെ വാൽമീകി രാമായണത്തിൻ്റെ ഘടന 6 കാണ്ഡങ്ങളായോ ഗ്രന്ഥങ്ങളായോ ക്രമീകരിച്ചിരിക്കുന്നു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, അതുപോലെ സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം ഇവയൊക്കെയാണ് അവ. ദ ഇമ്പോർട്ടൻസ് ഓഫ് രാമായണ ഇൻ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തിൽ രാമായണത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന്. രാമ ഈസ് ദ ഹീറോ ഓഫ് രാമായണ എപ്പിക്, an incarnation of the god Vishnu, the eldest and favorite son of Dasharatha, king of Ayodhya. He is a virtuous prince and is much loved by the people. The epic's poetic stature and marvelous story means that the story of Rama has been constantly retold by some of India's greatest writers, both the Sanskrit and regional languages. It is one of the staples of various dramatic traditions in court drama, dance dramas, and in shadow puppet theatres. In northern India, the annual Ramalila or Rama play is performed at the autumn festival of Dasara to celebrate with Rama and Sita the eventual triumph of light over darkness. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ രാമായണത്തിന് എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളത്? വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള രാമനാണ് ഈ രാമായണ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥൻ്റെ മൂത്ത മകനും പ്രിയപ്പെട്ടവനുമായ അദ്ദേഹം സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു രാജകുമാരനും ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ടവനുമായിരുന്നു. അപ്പോൾ ഇതിഹാസത്തിൻ്റെ കാവ്യാത്മകമായ ഉയരവും അതിശയകരമായ കഥയും അർത്ഥമാക്കുന്നത് രാമൻ്റെ കഥ സംസ്കൃതത്തിലും പ്രാദേശിക ഭാഷകളിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചില എഴുത്തുകാർ നിരന്തരം അതിനെ പുനർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അക്കാലത്തെ പ്രധാനപ്പെട്ട കോടതി നാടകങ്ങളിലും നൃത്തനാടകങ്ങളിലുമൊക്കെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കൂടാതെ ഉത്തരേന്ത്യയിലെ നിഴൽ പാവ തിയേറ്ററുകളിൽ രാമൻ സീതയ്ക്കൊപ്പം ഇരുട്ടിൻ്റെ മേൽ പ്രകാശത്തിൻ്റെ വിജയത്തെ ആഘോഷിക്കുന്നതിനായി ദസറയിലെ ശരത്കാല ഉത്സവങ്ങളിൽ വാർഷിക രാമലീല അല്ലെങ്കിൽ രാമനാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇനി മഹാഭാരതത്തെക്കുറിച്ച് നോക്കാം. Mahabharata is written by Vyasa, who is regarded as a legendary author of Mahabharata, Vedas and Puranas. Mahabharata, Vedas and Puranas. Mahabharata deals with the political affairs from 10th century BC to 4th century AD. In early period, it included 8,800 slokas and verses. It was known as Jaya Samhita. Jaya means victory. Mahabharata is an ancient Indian epic where the main story revolves around two branches of family, the Pandavas and Kauravas, who fought in the Kurukshetra war, battle for the throne of Hastinapura. Mahabharata is a classical Sanskrit epic of India, probably composed between 200 BC and 200 AD. Mahabharata is based on oral stories and legends that exist among the tribes and people of northwestern and northern India. Mahabharata is a great epic heroic poem. It consists of essence of all scriptures. It is an encyclopedia of ethics, knowledge, politics, religion, philosophy and drama. അപ്പോൾ ഇനി നമുക്ക് മഹാഭാരതത്തെക്കുറിച്ച് നോക്കാം. മഹാഭാരതം വേദങ്ങൾ, പുരാണങ്ങൾ എന്നിവയുടെ ഇതിഹാസ രചയിതാവായി കണക്കാക്കപ്പെടുന്ന വ്യാസൻ എഴുതിയതാണ്. അപ്പോൾ BC 10ാം നൂറ്റാണ്ട് മുതൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് മഹാഭാരതം കൈകാര്യം ചെയ്യുന്നത്. AD 4ാം നൂറ്റാണ്ട് വരെ ആദ്യകാലങ്ങളിൽ അതിൽ 8800 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. അത് ജയസംഹിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ജയ എന്നാൽ വിജയം എന്നാണ് അർത്ഥം. മഹാഭാരതം ഒരു പുരാതന ഇന്ത്യൻ ഇതിഹാസമാണ്. അവിടെ പ്രധാന കഥ ഒരു കുടുംബത്തിലെ 2 ശാഖകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. 200നും AD 200നും ഇടയിൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ഒരു ക്ലാസിക് സംസ്കൃത ഇതിഹാസമാണ് ഏത് നമ്മുടെ മഹാഭാരതം എന്ന് പറഞ്ഞത്. വടക്ക് പടിഞ്ഞാറ്
വടക്കേ ഇന്ത്യ എന്നിവിടങ്ങളിലെ ഗോത്രങ്ങൾക്കും ആളുകൾക്കുമിടയിൽ നിലനിൽക്കുന്ന വാക്കാലുള്ള കഥകളെയും ഐതിഹ്യങ്ങളെയും അടിസ്ഥാനമാക്കി ഉള്ളതാണേത് മഹാഭാരതം. മഹാഭാരതം ഒരു മഹത്തായ വീരകാവ്യമാണ്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരാംശം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ധാർമ്മികത, അറിവ്, അതുപോലെ തന്നെ രാഷ്ട്രീയം, മതം, തത്വശാസ്ത്രം, ധർമ്മം എന്നിവയുടെ ഒരു വിജ്ഞാന കോശമാണ്. ഇനി മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. Characters in Mahabharata. The most important characters of Mahabharata can be said to be Krishna, the Pandavas who are Dharmaraj, Bhim, Arjun, Nagul and Sahadev. The Kauravas who are group of 99 brothers and one sister. Her name was Dushila, headed by the eldest brother Duryodhana. The most important teachers were Dronacharya and Bhishma. Mahabharata is an important source of information on the development of Hinduism. It is regarded by Hinduism as a text about dharma, Hindu moral law. The Mahabharata is a rich source of subjects and images that have been revoked in the national literature of India. The central theme of Mahabharata deals with the battle of two families and their allies for control of Hastinapura and is narrated by the epic's legendary anthem and by the main characters of the narratives. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കൃഷ്ണ, അതായത് പാണ്ഡവരിൽപ്പെട്ട കൃഷ്ണന്, അതുപോലെ തന്നെ ധർമ്മരാജ്, ഭീമ, അർജുൻ, നകുലൻ, സഹദേവൻ, ഇങ്ങനെയുള്ളവർ. അതുപോലെ കൗരവരിൽ 99 സഹോദരങ്ങളും ഒരു സഹോദരിയും, ദുശീല എന്ന പേരുള്ള. അപ്പോൾ സഹോദരന് ദുര്യോധനാണ്. ഇപ്പോൾ ദ്രോണാചാര്യരും ഭീഷ്മരുമായിരുന്നവരുടെ പ്രധാനപ്പെട്ട ആചാര്യന്മാർ. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു പ്രധാന ഉറവിടമാണ് ഇത് മഹാഭാരതം. ഇപ്പോൾ ധർമ്മത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ ഹിന്ദു സദാചാര നിയമത്തെ സംബന്ധിച്ച ഒരു ഗ്രന്ഥമായിട്ട് ഹിന്ദുക്കൾ ഇതിനെ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ദേശീയ സാഹിത്യങ്ങളിൽ പുനർനിർമ്മിച്ച വിഷയങ്ങളുടെയും ചിത്രങ്ങളുടെയും സമ്പന്നമായിട്ടുള്ള ഒരു ഉറവിടമായിരുന്നു ഏത് മഹാഭാരതം. ഹസ്തിനപുരത്തിൻ്റെ നിയന്ത്രണത്തിനായിട്ടുള്ള അവരുടെ സഖ്യകക്ഷികൾ ഐതിഹാസിക ഗാനമായ വ്യാസനാലും ഐതിഹാസിക രചയിതാവായിട്ടുള്ള വ്യാസനാലും ആഖ്യാനങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളാലും അത് വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാഭാരതത്തിലെ 18 പുസ്തകങ്ങളും നിരവധി ആമുഖ ഇതിഹാസ കഥകളും ഉൾപ്പെടുന്നുണ്ട്. അവ ഇന്ത്യയുടെ ദേശീയ സാഹിത്യത്തിൽ പുനർനിർമ്മിച്ച പ്രധാന വിഷയങ്ങളുമായും ചിത്രങ്ങളുമായും വളരെ അയഞ്ഞ ബന്ധമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഇതിഹാസമായ മഹാഭാരതം ലോകത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള ഒരേ ഒരു ഗ്രന്ഥമാണ്. പുരാതന ഇന്ത്യയുടെ ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, മതജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഹസ്തിനപുരത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന സഖ്യകക്ഷികൾ ഇതിഹാസ രചയിതാവായ വ്യാസനാലും അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തിലെ പ്രധാന കഥാപാത്രങ്ങളാലും വിവരിക്കപ്പെടുന്നുണ്ട്. മഹാഭാരത കൺസിസ്റ്റ് ഓഫ് 18 ബുക്സ്. സാൻവിരാസ്, ദ ബോജാസ്, ദ ആന്ധ്രാസ്, റൂളേഴ്സ് ഓഫ് മഹിഷ്മതി, അവന്തി ആൻഡ് പ്രജ്യോതിഷ്. ആര്യന്മാരും ആര്യന്മാരല്ലാത്തവരും തമ്മിലുള്ള സംഘടനമായി വിശേഷിപ്പിക്കപ്പെടുന്ന രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായി മഹാഭാരതം മഹായുദ്ധം ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് പോരാടിയ ഇന്ത്യയിലെ എല്ലാ ആര്യ രാജാക്കന്മാരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു. കാശി, കോസല, മഗധ, മത്സ്യ, ചേതി, മധുരയിലെ യദു എന്നിവിടങ്ങളിൽ നിന്ന് പാണ്ഡവർക്ക് സഖ്യകക്ഷികളുണ്ടായിരുന്നു. അപ്പോൾ യവനന്മാരായ ശാകന്മാരായിരുന്നു കുരുക്കളുടെ സഖ്യകക്ഷി. മാദ്രാസ്, കംബോജാസ്, കൈകേയര്, സിന്ധു, അതുപോലെ തന്നെ സാൻവീരാസ്, ബോജര്, ആന്ധ്രക്കാര്, മഹിഷ്മതി, അവന്തി, പ്രാഗ്ജ്യോതിഷ് എന്നിവയുടെ ഭരണാധികാരികൾ ഇവരൊക്കെ തന്നെ എന്തായിരുന്നു, ഇരു കക്ഷിയിൽ സഖ്യങ്ങളായിട്ട് ചേർന്നവരായിരുന്നു. ചരിത്രങ്ങളെക്കുറിച്ചും കാവ്യങ്ങളെക്കുറിച്ചുമാണ് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.